തമിഴ്നാട് മുഖ്യമന്ത്രിയായതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിന് ആദ്യത്തെ കത്തയച്ച് വിജയ്. ശ്രീലങ്കയിൽ തടവിലായ 6 മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് വിജയ് കത്തയച്ചത്. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ. മത്സ്യത്തൊഴിലാളികൾ തടവിലാകുമ്പോൾ MK സ്റ്റാലിൻ കേന്ദ്രത്തിന് കത്തെഴുതുക മാത്രമാണ് ചെയ്തതെന്ന് വിജയ് നേരത്തെ വിമർശിച്ചിരുന്നു. രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ ശേഷം വിജയ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റതിന് പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാരിന് ആദ്യത്തെ കത്തയച്ചിരിക്കുകയാണ്. ശ്രീലങ്കൻ തടവിലായ 6 മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിന് അടിയന്തരമായൊരു ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ വിജയ് ഉന്നയിച്ചിട്ടുള്ളത്. വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറിനാണ് വിജയ് ഇത്തരത്തിൽ കത്തയച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്ന സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിന് ആദ്യത്തെ കത്ത് അയച്ചിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ കത്ത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്ന മത്സ്യത്തൊഴിലാളികൾ പിടിയിലാകുന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കത്ത് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വിജയ്. എന്തായാലും ഇതിനു മുൻപ് MK സ്റ്റാലിൻ കേന്ദ്രത്തിന് ഈ ഒരു വിഷയത്തിൽ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വിജയ് MK സ്റ്റാലിനെതിരെ വലിയൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു കത്തയക്കുക മാത്രമാണ് MK സ്റ്റാലിൻ ചെയ്തതെന്നൊരു വിമർശനമായിരുന്നു വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതും ഇത്തരത്തിൽ കേന്ദ്രത്തിന് കത്തയക്കുന്നതും MK സ്റ്റാലിൻ ചെയ്ത അതേ നടപടി തന്നെ വിജയും പിന്തുടരുന്നു എന്നൊരു ചർച്ചയും ഒക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ വളരെ സജീവമായി തന്നെ തുടരുകയാണ്. എന്തായാലും ആദ്യത്തെ കത്തയച്ചിരിക്കുകയാണ്. ആദ്യമായി വീണ്ടും ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയിൽ തടവിലായ 6 മത്സ്യത്തൊഴിലാളികളുടെ മോചനം അടിയന്തരമായി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുള്ളത്. എന്തായാലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനാണ് വിജയ് കത്തയച്ചിട്ടുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്കൊക്കെ വിജയ് കടക്കുമോ എന്നതൊക്കെ കണ്ട് അറിയേണ്ടത് തന്നെയാണ്. എന്തായാലും തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്ന സംഭവങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിജയ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ കത്താണ് കേന്ദ്ര സർക്കാരിന് അയച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ NR കോൺഗ്രസ് BJP സഖ്യം സർക്കാർ ഇന്ന് അധികാരമേൽക്കും. ലോക് നിവാസിൽ രാവിലെ 10 മണിയോടെ മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR പ്രസിഡന്റ് N രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്യും. ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. BJPയിലെ നമശിവായം, GNS രാജശേഖർ എന്നിവരും മന്ത്രിമാരായി ചുമതലയേക്കും. 5ാം തവണയാണ് N രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. NR കോൺഗ്രസ് BJP സഖ്യത്തിന് 30 അംഗ നിയമസഭയിൽ 18 പേരുടെ പിന്തുണയുണ്ട്. പുതുച്ചേരിയിലും ഇന്ന് പുതിയ സർക്കാർ അധികാരമേൽക്കുകയാണ്. NR കോൺഗ്രസ് BJP സഖ്യ സർക്കാരാണ് അധികാരമേൽക്കുന്നത്. ലോക് നിവാസിൽ രാവിലെ 10 മണിയോടെ തന്നെ മുഖ്യമന്ത്രിയായ ഓൾ ഇന്ത്യ NR പ്രസിഡന്റ് N രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള K കൈലാസ്നാഥനാണ് സത്യവാചകമൊക്കെ ചൊല്ലിക്കൊടുക്കുക. BJPയിലെ നമശിവായം, GNS രാജശേഖർ എന്നിവരും മന്ത്രിമാരായൊക്കെ ചുമതലയേൽക്കുകയാണ്. 5ാം തവണയാണ് N രംഗസ്വാമി പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാകുന്നത്. എന്തായാലും NR കോൺഗ്രസ് BJP സഖ്യത്തിന് 30 അംഗ നിയമസഭയിൽ 18 പേരുടെ പിന്തുണ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും NR കോൺഗ്രസ് BJP സഖ്യ സർക്കാർ ഇന്നാണ് അധികാരമേൽക്കുക. 10 മണിയോടുകൂടി തന്നെ ലോക് നിവാസിൽ മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR പ്രസിഡന്റ് N രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്യും.